പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4NG പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കലാക്കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ മനോഹരമായ ഒരു ടൂറ് പോയി, വട്ടവട യാത്ര. ആ യാത്രയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അതിൽ ഒന്നാണ് മൂന്നാർ വട്ടവട. വട്ടവട എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. എന്താണ് ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ്. അത് ഞങ്ങളിപ്പോൾ വട്ടവടയ്ക്ക് ജീപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വട്ടവടേന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൂന്നാറിന് ശേഷം 48 കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് ഈ വട്ടവട. ഇതൊരു കാടിന്റെ ഏരിയ ആണ്. മലകൾ നിറഞ്ഞ കാടുകളുള്ള സ്വർഗം പോലത്തെ ഒരു സ്ഥലമാണ് ഈ വട്ടവട. അപ്പൊ നമ്മൾ ചെന്ന ബസ് അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടുത്തെ ജീപ്പിൽ നമ്മൾ കയറി പോവാണ്. ആ മനോഹര ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വിഷ്വലാണ്. കാരണം ജീപ്പുകൾ ഞങ്ങൾ ഏകദേശം ഒരു 35ഓളം പേരുണ്ടായിരുന്നു. ഒരു 3-4 ജീപ്പിലാണ് പോയത്. എന്താ, ഒരു ഭാഗത്ത് പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാലാവസ്ഥ, കോടമഞ്ഞും തണുപ്പുമുള്ള അതിമനോഹരമായ വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തേക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് വട്ടവടയുടെ ഭംഗി എന്നുള്ളത്. അധികം ചെറിയ ചെറിയ ബസ്സുകളാണ് ആ റൂട്ടിൽ പോകുന്നത്. ടെമ്പോ ട്രാവലർ പോലുള്ള ജീപ്പാണ് മെയിൻ. നമ്മൾ അതുപോലെ ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. നമ്മുടെ ആകാശത്തൂടെ റെയിൽ ഉണ്ടല്ലോ, ആ റെയിലൊക്കെ ആകാശത്തൂടെ പോകുന്നത്, സ്ലിപ്പ് ലൈൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായ സംഭവമാണ്. അതിനൊക്കെ ഒരാൾക്ക് 500 രൂപ ചാർജൊക്കെ വരുന്നുണ്ട്. ഒരു മലയിൽ നിന്ന് അടുത്ത മലയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വരിക. ഇത് കണ്ടോ, അതിന്റെ ബോർഡ് കണ്ടോ, സ്ലിപ്പ് സ്ലിപ്പിൻ സ്ലിപ്പിൻ കൊടുത്തത്. ഏതായാലും എന്തൊക്കെ പേര് തന്നെയായാലും അടിപൊളി യാത്രയാണ്, മനോഹര സ്ഥലമാണ്. അവിടെ എത്തുമ്പോൾ തന്നെ കാലാവസ്ഥ ഭയങ്കര ചേഞ്ചാണ്. ഏത് ചൂട് കാലാവസ്ഥ പോയാലും അതിൻ്റെ ഒരു മൂഡ്. ഇതൊരു ഗ്രാമപ്രദേശം കേട്ടോ. ഇത് ഇവിടെയുള്ള വീടുകളൊക്കെ കണ്ടോ, ആ വീടുകളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ജീപ്പിൽ ഇങ്ങനെ കുതിച്ച് പായുന്ന സീനാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങള് നല്ല സ്പീഡിലാണ് ജീപ്പ്. ഇതിപ്പോ ഫുള്ള് അവിടെ ഉള്ളോട്ട് കയറി. പിന്നെ മനോഹരമായ വെള്ളച്ചാട്ടം, എന്തോ ഒരു രസമുള്ള വെള്ളച്ചാട്ടം. വട്ടവടത്തെ മെയിൻ സംഭവമാണത്. അത് മുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതിലടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങൾ മാത്രമല്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ സ്ഥലത്തേക്ക് പോയി. നല്ല മനോഹര സ്ഥലം, പ്രകൃതി ഭംഗി രമണീയമായിട്ട് സ്ഥലം. അത് ഒരുപാട് സംഭവം. വട്ടവട എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. ഒരു 3-4 സ്ഥലങ്ങളുണ്ട് വട്ടവടയിൽ കാണാൻ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വിഷ്വലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോറസ്റ്റിന്റെ ഏരിയ ആണിത്. അവിടെ ഉണ്ടോ, ചെക്കിങ് കഴിഞ്ഞിട്ടേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോറസ്റ്റ് കാട്ടിലേക്ക് പൂർണ്ണമായിട്ട് കയറി. അവിടെ കണ്ട ജീപ്പ് എടുത്തിട്ടത്, ഇതൊക്കെ സ്ഥിരമായിട്ട് ജീപ്പിൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന ടീമാണിത്. 2500-3000 വരും. ഒരു 5-8 ആൾക്കാർ പോവാ. ഒരാൾക്ക് ഒരു 500 റുപ്യ ആ റേഞ്ചൊക്കെ വരുള്ളൂ. എന്നിട്ട് 3-4 സ്ഥലങ്ങളിൽ പോവാണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ചുറ്റി കറങ്ങി ലാസ്റ്റ് ഒരു 4-5 മണിക്കൂർ പിടിക്കും എങ്ങനെയായാലും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വാഗമണിലെ കുരിശുമല പോയതാണ്. അവിടെ കുരിശുമലയുണ്ട്, മുരുകന്മലയുണ്ട്. നമ്മൾ വാഗമണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഗമണിൽ കാണുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കാണുന്നത്. നമ്മുടെ കുരിശുമല. വാഗമൺ കോട്ടയം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നല്ല പ്രശസ്തമായിട്ട് ടൂറിസ്റ്റ് ആണ് വാഗമണിൽ ഒരുപാട് കാണാനുണ്ട്. മൊട്ടക്കുന്നുണ്ട്, പൈൻ പോസ്റ്റ് ഉണ്ട്, കുരിശുമല ഉണ്ട്, മുരുകന്മല ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വട്ടവട എന്നുള്ളത് ഇടുക്കി ജില്ലയിലാണ്. വട്ടവടയും മൂന്നാറും കിടക്കുന്നത്. ഇത് കോട്ടയം ജില്ലയിലാണ്. ഓക്കെ. ഹായ് പ്രിയമുള്ളവരെ, ശ്രീനിവാസദേവാണ്. ഞാനിപ്പോൾ ഉള്ളത് വാഗമണിലെ കുരിശുമലയിലാണ്. കുരിശുമല ബ്യൂട്ടിഫുൾ ആട്ടോ, നല്ല രസമുണ്ട്. കോടമഞ്ഞൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് 2:30-3 മണി ആ സമയമായിട്ടുള്ളൂ. പക്ഷെ എന്തൊരു രസമാണ് കാണാൻ, ഫുള്ള് കോടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ കയറ്റം കയറി എത്തുമ്പോൾ തന്നെ ഒരു മുരുകന്മല എന്ന ബോർഡ് കാണാം. അതിലൂടെ പോയാൽ മുരുകന്മല കാണാം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കണ്ടോ, കുരിശുമലയാണത്. കുരിശുമലേന്റെ നല്ല അടിപൊളി സംഭവം. ഫുള്ള് കോട കേട്ടോ, ഫുള്ള് കോട വെച്ചാൽ ഫുള്ള് കോട, ഭയങ്കര അടിപൊളി. നിറഞ്ഞിട്ട് അവിടെ ശരിക്കും തീർത്ഥാടന കേന്ദ്രമാണ്, ടൂറിസ്റ്റ് പ്ലേസ് അല്ലത്. ഫുള്ള് കോട മഞ്ഞ സംഭവമാണ്, ഒരു രക്ഷയില്ല. സെന്റ് തോമസ് ഒക്കെ വന്നു പറയുന്നത് തീർത്ഥാടന കേന്ദ്രം കൂടിയാണത്. ഓർമ്മയ്ക്കാണ് അവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു മനോഹരമായ സ്ഥലമാണ്. അതിന്റെ അപ്പുറത്ത് തന്നെ ഉള്ളത് മുരുകന്മല ഉണ്ട്. അപ്പൊ അവിടെ പള്ളിയുണ്ട്. പള്ളിയിൽ 2-3 കണ്ടോ, അതിന് മുകളിൽ കണ്ടോ, കോടമഞ്ഞായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ സ്ഥലത്ത് ഈശോന്റെ പ്രതിമയും മാതാവിന്റെ പ്രതിമയും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്ന സ്ഥലം കൂടിയാണിത്. അപ്പൊ വാഗമൺ പോകുന്ന ആൾക്കാർ ഇത് തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങൾ കാണാം. പിന്നെ ഇതാണ് മുരുകന്മല കണ്ടോ. ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴി കണ്ടോ, ഈ വഴി നേരെ മലേന്റെ മുകൾക്കാണ്. അതിന്റെ അപ്പുറത്ത് തന്നെയാണ് ഈ പറഞ്ഞ
ഈ കുരിശുമല. രണ്ടും എടുത്തെടുത്താണത്. രണ്ടും എടുത്തെടുത്ത സംഭവങ്ങളാണ്. പക്ഷേ ഈ കുരിശുമല എന്നുള്ളത് ഒരു തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യം, കമ്മിറ്റി ഓഫീസും എല്ലാ സംഭവവും ഉണ്ട്. വഴിപാട് കഴിക്കാനുള്ളതും പിന്നെ സെന്റ് തോമസ് വന്ന അതിന്റെ ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എഴുതിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കുരിശുമലേന്റെ ഗേറ്റ് ട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും. ഈ മുകളിലേക്ക് ആൾക്കാർ കയറി പോകണ്ടല്ലോ, ഇത് കൂടെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ സെന്റ് തോമസ് വന്നിട്ടുള്ള അതിന്റെ സെന്റ് തോമസിന്റെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അവിടെ. അങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഈ കുരിശുമല. അതിന്റെ മുകൾക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. ആ കയറ്റം കയറി ഇങ്ങോട്ട് പോകണം. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ. വാഗമൺ പോകുമ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഞാൻ അതിന് മുമ്പ് 2 പ്രാവശ്യം പോയപ്പോഴും ഇവിടെ കയറിയിട്ടില്ലായിരുന്നു. ഞാൻ തുടക്കത്തിൽ അതിന് മുൻഭാഗം മാത്രം വിസിറ്റ് ചെയ്തിട്ട് പോന്നു. പിന്നെ ഞാൻ കയറിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് പോയപ്പോൾ തീർച്ചയായിട്ടും കയറി അത് ഫുള്ള്. പിന്നെ അവിടുന്ന് നേരെ താഴോട്ട് ഞാൻ ഇറങ്ങിപ്പോയി. താഴോട്ട് പോയാൽ അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലം. അതായത് കുരിശുമലയിൽ നിങ്ങൾ ബൈക്കോ കാറൊക്കെ ആണെങ്കിൽ നേരെ കീഴോട്ട് പോവാ. കീഴ്പോട്ടോട്ട് പോയിട്ട് നേരെ റോഡിന്റെ സൈഡിലൊക്കെ ഉള്ള അടിപൊളി വിഷ്വല്. എന്ത് മനോഹരമായിട്ടുള്ള കോടമഞ്ഞ് പൊതിഞ്ഞ മനോഹരമായിട്ടുള്ള പുൽമേടുകളൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണുള്ളത്. പാറക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തോ ഒരു ഭംഗിയല്ലേ കാണാന്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല വിഷ്വല്, നല്ല കാടും ഇതൊക്കെ ഉള്ള മനോഹരമായ അവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഫ്ലാറ്റുകളും, ഫ്ലാറ്റല്ല ഇത് നമ്മളെ വില്ലാസ് പോലത്തുള്ള ചുറ്റുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും വാഗമണിലെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഈ റോഡ് ഞാൻ കുത്തനെ കീപ്പോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. എന്തോ ഒരു രസമാണ് കാണാൻ. അതിങ്ങനെ നടന്ന് നമ്മള് വണ്ടി പോകുമ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കണ്ടോ, ഇതൊക്കെ ഓരോരോ ടീമിന്റെ സംഭവമാണത്. നമ്മളെ ക്യാമറയുടെ പവർ ഉണ്ട്, എത്ര ദൂരത്താണത്. അടിപൊളി, സൂപ്പർ ആയിട്ടാണുള്ളത്. അത് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് ആൾക്കാര്, ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. ആ പാറക്കെട്ടുകൾ കണ്ടോ, എന്തൊരു മനോഹരം. പിന്നെ പോകുന്ന ഭാഗത്ത് ഞാൻ കണ്ട മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണിത്. കൊടും കാടാട്ടത്. കൊടും കാടിന്റെ അവിടെ അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. എന്ത് മനോഹരമുള്ള വെള്ളച്ചാട്ടം, കുളിക്കാൻ തോന്നുക അമ്മാതിരി വെള്ളച്ചാട്ടമാണ്. കണ്ടോ, പാറക്കെട്ടുകളൊക്കെ ആയിട്ട് വെള്ളച്ചാട്ടം, എന്ത് രസമാണ് കാണാൻ. അപ്പൊ ഞാനത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മനോഹരമാണ്. ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കളിച്ചൊക്കെ ചെയ്തിട്ടപ്പോ ഈ പാറക്കെട്ടുകൾ കണ്ടോ, കണ്ടാൽ പേടിയാവും. എന്താണ് വെള്ളച്ചാട്ടം, നല്ല തണുത്ത വെള്ളം. ആ തണുത്ത വെള്ളം പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇങ്ങനെ പോയിട്ടോ. പിന്നെ അവിടുന്ന് പോയ പേടിയാവും നമുക്ക്. പിന്നെ ആ റോഡ് അവിടെ അവസാനിക്കുകയാണ്. അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാവും നമുക്ക്. പിന്നെ തിരിച്ച് ഞാൻ വീണ്ടും ഇങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്ന് വണ്ടി എടുത്ത് പിന്നെ ആ ഇറങ്ങി ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ട് പോയടത്തുനിന്ന് തിരിച്ച് ഫുള്ള് ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കോടമഞ്ഞുപുരത്ത് പോയിട്ടോ. അപ്പൊ ശരിക്ക് കാണുന്നുണ്ട്, മുരുകന്മല ശരിക്ക് കാണുന്നുണ്ട് കേട്ടോ. മുരുകന്മല കേട്ടോ. ആ മുരുകന്മലയുടെ മുകളിൽ കണ്ടിട്ടുണ്ട് മയില്. മുരുകന്റെ വാഹനമായിട്ടുള്ള മയിലാണിത്. പക്ഷെ അത് ഒറിജിനൽ മയിലല്ല, അത് അത് ഉണ്ടാക്കിയതാണ്. ഇതിവിടെ SNDPന്റെ യോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയത്. അതിന്റെ അപ്പുറം തന്നെ യേശുക്രിസ്തു ഉണ്ട്. ഇനി ഒരു തങ്ങൾപ്പാറ ഉണ്ട്. തങ്ങൾപ്പാറയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, അന്ന് മഴയായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും എന്താ പറയാ, അടിപൊളി പ്ലേസ്. പിന്നെ കയറി ചെല്ലുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴത് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഭാഗത്തൊക്കെ അടിപൊളി തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വാഗമൺ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചുരം കയറി ഫസ്റ്റ് ചെല്ലുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ പറഞ്ഞ കുരിശുമല. ഇവിടെ പോയാൽ നിങ്ങൾക്ക് കുരിശുമലയും കാണാം, മുരുകന്മലയും കാണാം. ആ റൂട്ട് തന്നെ തങ്ങൾപ്പാറയിൽ പോകാൻ പറ്റും. മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇത് എപ്പോഴും നല്ല ചെറിയ വണ്ടികളാ. വലിയ ടൂറിസ്റ്റ് ബസ് ആണെങ്കിൽ ഇതിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂല, കാണാൻ കഴിയാത്തൊരവസ്ഥ. ആ സ്ഥാനത്ത് ബസ് ചെറിയ ഉണ്ടല്ലോ, കുട്ടി ബസ്, ടെമ്പോ ട്രാവലർ, മറ്റേ കാറ് ഒക്കെ ആണെങ്കിൽ നന്നാവും. ബൈക്കൊക്കെ ആണെങ്കിൽ വളരെ സൗകര്യം, എല്ലാത്തിനും പോകാം, എല്ലാ ഭാഗത്തും നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മനോഹരമായ പ്ലേസുകളാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഈ പറയുന്ന വാഗമൺ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എപ്പോഴേലൊക്കെ ഒന്ന്. ഓക്കെ, ശരിക്ക് ഈ മഴയും വെയിലും കൂടിയൊരു കാലാവസ്ഥയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ എന്താ സംബന്ധിച്ചാൽ ഈ ഒരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടും. മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇപ്പൊ കീഴോട്ട് ഇറങ്ങാട്ടെ, ഞാൻ കീഴോട്ട് ഇങ്ങനെ ഇറങ്ങി 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 പോവാണിത്. കണ്ടോ, ഇനിയാണ് വരുന്നത്. ഇനി ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഈ കുരിശുമലേന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീഡിയോ എടുത്ത് പോകുന്നത്. അതുകൊണ്ടാണ് അത് ഫസ്റ്റ് കാണിക്കാൻ. അതിൻ്റെ അടുത്ത് തന്നെ മുരുകന്മല പറഞ്ഞ മുരുകന്റെ അമ്പലം കൂടി ഉണ്ട് അവിടെ, അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്ര ഇടയ്ക്ക് പോകണം. ഇനി അടുത്ത ഞാൻ പോകുന്ന സ്ഥലം എവിടെ അറിയോ? ഇല്ലിക്കക്കല്ലാണ്. ഹായ് പ്രിയമുള്ളവരെ, സുൽവാസ്തവാണ്. നമ്മൾ ഇല്ലിക്കൽക്കലിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റോഡ് കണ്ടോ, ഇന്റർലോക്കാണ് ഇട്ടത് മൊത്തത്തിൽ. ഇതിന്റെ ബാക്ക് സൈഡൊക്കെ കാണിച്ചാണ് പ്രാവശ്യം. അപ്പോൾ മുൻ സൈഡ് ഞാൻ കാണിച്ചു തരാം. ആ റൂട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ സ്ഥലമാണ്. കാലാവസ്ഥയാണെങ്കിൽ നല്ല ഭീകരമായ കാലാവസ്ഥയാണ്, നല്ല മഴ വരുന്നുണ്ട്.
ഇല്ലിക്കക്കല്ല് വേറെ ലെവലാട്ടോ. ഇല്ലിക്കലിന്റെ ബാക്ക് ഭാഗത്ത് ഞാൻ ആദ്യം പോയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് പോകുന്നത് ഫ്രണ്ട് ഭാഗത്ത്. അതിന്റെ ഇന്റർലോക്കൊക്കെ പതിച്ച് മനോഹരമായ സ്ഥലമാണ്. ഞാൻ ചെന്ന സമയത്താണ് ഒടുക്കത്തെ മഴ. മഴ എന്ന് പറഞ്ഞാല് എന്താ കാറ്റും മഴ അറിയോ. കാറ്റും മഴയും പെയ്തിട്ട് കണ്ണും കാണില്ല. അവസാനം മൊബൈൽ ഫോണൊക്കെ ഒരു കവറിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. ഇതൊക്കെ ഷൂട്ട് ചെയ്തൊരു അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. കാരണം ഇത് കാറ്റും മഴ പറഞ്ഞത് എല്ലാവരും മൊബൈൽ നന്ദി ഒക്കെ തന്നെ. കാറ്റ് പറഞ്ഞാൽ അസാധ്യ കാറ്റ്, പ്രത്യേകിച്ച് ഇടിമിന്നലുള്ള ഏരിയ ആണിത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലക്കാരൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, കണ്ട ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. അമ്മാതിരി കാറ്റും മഴയാ. എന്താ കാറ്റും മഴ. ഈ കാറ്റും മഴയൊക്കെ സഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക. ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇല്ലിക്കലിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അതുകൊണ്ടോ അവിടെ അവിടെ ഇത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ജീപ്പാണ്. ആ ജീപ്പിന്റെ ചാർജും ടിക്കറ്റ് ചാർജും കൂടി ശരി 60 70 വരുന്നുള്ളൂ. എന്നിട്ട് ആ ജീപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് നേരെ മുന്നിലെത്താൻ പറ്റും. ശക്തമായ മഴയിൽ അവർ ആ വണ്ടി യാത്ര നിർത്തിവെച്ച്, കാറ്റും മഴയും വന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് തൽക്കാലം നിർത്തിവെച്ച്. അല്ലെങ്കിൽ പ്രശ്നമാണ്, കാരണം വണ്ടി വലിക്കൂല, അമ്മാതിരി കാറ്റും മഴയാണ് വന്നത്. ഇല്ലിക്കക്കലിന്റെ ഫ്രണ്ട് ബാക്ക് സൈഡ് ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം കാണിച്ചാണ് ഷോർട്സിൽ. ഇത് വീഡിയോസ് ആണ്, അപ്പോൾ വീഡിയോസ് കാണുക. ഇതിൽ മനോഹരമായ സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. എപ്പോഴാണെങ്കിലും ഇല്ലിക്കലിന്റെ പോകുമ്പോൾ മുന്നും ബാക്കും പോകണം. അപ്പോൾ എപ്പോഴും ചെറിയ വണ്ടിയാണ് നല്ലത്. ചെറിയ നമ്മുടെ പിന്നെ കാറൊക്കെ എടുത്ത് പോകണം ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ബൈക്ക്. ഈ വലിയ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ നടന്ന് ഊപ്പാട് വരും. ഓക്കെ. ഈരാറ്റുപേട്ടയാണ് ഇതിനൊക്കെ കിട്ടോ. ഈരാറ്റുപേട്ടയിൽ ഞാൻ ഇന്ന് പോണ സമയത്ത് ഒന്ന് രണ്ട് പള്ളികളിലൊക്കെ പോയി. ഈ പള്ളി കണ്ട നിങ്ങള്, അടിപൊളി പള്ളി. ഇതൊക്കെ മനോഹരമായ പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളീന്റെ പേര് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ, ഈ പള്ളി പറഞ്ഞ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയും കൂടിയാണ് ഇത്. ഈരാറ്റുപേട്ടയിൽ തന്നെയുള്ള മനോഹരമായിട്ടുള്ള പള്ളിയാണിത്. ആ പള്ളീന്റെ പേര്, പഴയ പള്ളി പുതുക്കി പണിത പള്ളിയാണിത്. ഏഹ് ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളിയിലാണ്. പ്രസിദ്ധമായ പള്ളിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം. ഇന്ന് നമ്മൾ ആദ്യം ഭരണകാലത്ത് പോയി, അതിന് ഈരാറ്റുപേട്ട വന്നു, ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളി വന്നു. പിന്നെ വിശേഷങ്ങളാണ്. ഓക്കെ. അരുവിത്തുറ പള്ളി എന്നാണ് അതിന്റെ പേര്. അരുവിത്തുറ പള്ളി അടിപൊളി ക്രിസ്തീയ ഭവനം, ക്രിസ്തീയ പള്ളികളാണ് ഈ കോട്ടയം, ഇടുക്കി ഈ ഭാഗത്തുള്ളത്. ഇതൊരു രസം, ഭയങ്കര ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട് ആ ഗ്രന്ഥം കണ്ടോ, ആ ഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെയൊക്കെ മൊത്തത്തിലെ കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. മുകളിൽ തന്നെ യേശുക്രിസ്തു കണ്ടോ, കുരിശും പിടിച്ച് മുകളിൽ ഇങ്ങനെ നിൽക്കുക കണ്ടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആ പള്ളി പ്രത്യേക ഒരു മനോഹാരിത ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസികൾ പല ഭാഗത്തേക്കും വരുന്ന ഒരു പള്ളിയും കൂടിയാണ് അരുവിത്തുറ പള്ളി. അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ അതിന്റെ ബോർഡും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ അരുവിത്തുറ പള്ളി. നമുക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഭയങ്കര ഫീലാണ്, ഭയങ്കര ഫീലിംഗ് കിട്ടുന്ന ഒരു പള്ളി കൂടിയാണ് അരുവിത്തുറ പള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പള്ളി. ഇതിന്റെ നിർമ്മാണ ശൈലി എന്ന മനോഹരമാണ്. പിന്നെ ആ മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പ്രത്യേക സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും എന്താ പറയാ, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങള്. അപ്പൊ ഞാൻ പോകുമ്പോ എല്ലായിടത്തും കയറും. ഒറ്റ പോക്കിന് എല്ലാ സ്ഥലവും കാണാന്നുള്ള പ്ലാനിങ്ങിലാണ് പോണത്. ഇതിന്റെ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിർത്തിയിട്ടില്ല. മനസ്സിലായോ. പിന്നെ അവിടുന്ന് ഇങ്ങനെ വിശ്വാസികളൊക്കെ കണ്ടില്ലേ, മെഴുകുതിരി കത്തിച്ച് മുട്ടുംകാല് കുത്തി പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഭയങ്കര ഭയങ്കര ഫീലാണിത്. അതിന്റെ ബാക്കിൽ തന്നെ അതിന്റെ ഒരു വേറൊരു ഓഫീസ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതുക്കി പണിയുന്ന പണിയാണത്. പുതുക്കി പണിത് ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ് ബാക്ക് സൈഡൊക്കെ കുറച്ചുകൂടിയൊക്കെ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ കണ്ട് അതിന് ശേഷം പിന്നെ അതിന്റെ അപ്പുറത്ത് തന്നെ കിളികളെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കിളികളെ കൂടും കാര്യമൊക്കെ കണ്ട് അതിൽ പല വർണ്ണക്കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പള്ളിക്ക് പ്രത്യേകത ഉണ്ട്. കാരണം ഭയങ്കര സ്പിരിച്വാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് തന്നെ മാനസികമായ സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പള്ളി കൂടിയാണ് അരുവിത്തുറ പള്ളി. അപ്പൊ എപ്പോഴൊക്കെ പോയി നോക്ക്. ഇന്നത്തെ ചരിത്രപ്രധാനമായിട്ടുള്ള പള്ളികളും അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം ഇത് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ സെമിത്തേരി പോയി. എനിക്ക് ആ സെമിത്തേരിയാണ് ഭയങ്കര അത്ഭുതമായി പോയത്. കാരണം അവിടെ ചെന്നപ്പോൾ എത്ര വൃത്തിയായിട്ടാണ് അത് പരിപാലിച്ചു കൊണ്ടുവരുന്നത്. എന്തോ ഒരു മനോഹരമായിട്ടാണ്. കാരണം അതിനെല്ലാത്തിനും മുകൾ ഭാഗത്ത് മാർബിളൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി അടിപൊളി വെച്ചാൽ സൂപ്പർ. നമുക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഇത്, എനിക്ക് മാനസികമായ സങ്കടമായ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ടോ. അവിടെ എത്തിയ സമയത്ത് കുറെ കുട്ടികളൊക്കെ മരിച്ചതിൻ്റെ ഒക്കെ അത് ഫോട്ടോസ് ഇറക്കണ്ടേല് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഫീലിംഗ് ആയി. എന്നാലും ഒരു സെമിത്തേരി എത്രമാത്രം വൃത്തിയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു മാനസികമായതാണ്. നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാർ കടന്നുറങ്ങുന്ന സ്ഥലമാണല്ലോ. ആ സ്ഥലത്തെ പരിപാലിക്കുന്ന രീതി ആ പള്ളി കമ്മിറ്റിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം.
കാരണം മനോഹരമായിട്ടാണ് അവിടുത്തെ ആർക്കിടെക്റ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടോ, ശില്പങ്ങളൊക്കെ കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇതാക്കിയത്. അവർ ആ ഓരോരോ കലകൾ നോക്കൂ, കണ്ടോ എന്ത് രസം കാണാൻ. ഒക്കെ മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒക്കെ സിമെന്റിലൊക്കെ തീർത്ത ശില്പങ്ങളാണിത്. അപ്പൊ ആ സെമിത്തേരി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാനിങ്ങനെ പോകുന്നതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തന്നെയാണ് ആ സെമിത്തേരിയുള്ള. പക്ഷെ കുരിശിങ്ങനെ കുത്തനെ വെച്ചിട്ടില്ല, കുരിശൊക്കെ ആ ചിഹ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ഥലക്കുറവ് കാരണം പിന്നെ ഇങ്ങനെ കുരിശ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ. ഓരോ തറവാട്ടുകാരത്തൊക്കെ ഉണ്ട്, ഇതുണ്ട് പഴയ എത്രയോ മുമ്പ് 1879 ഉണ്ട്, എത്ര വർഷം മുമ്പത്തെ അറിയുമ്പോൾ. അപ്പൊ മനോഹരമായ വീഡിയോസുകളാണ് ഇതൊക്കെ. ഇതൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക. പ്രിയമുള്ളൊരു സുനിൽ വാസുദേവാണ്. നമ്മുടെ N4 നജ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം N4 നജ മറക്കരുത്. N4 നജയ്ക്ക് നിങ്ങളെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.